കറക്റ്റ് ജെനുവിൻ സർവീസാണ്. 2024 സർവീസ് ഉണ്ട്. നോ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി. 2 വരെ ഈ വണ്ടിന്റെ പ്രൈസ് പറഞ്ഞാൽ 19.5 ലക്ഷം രൂപയായിരുന്നു ഇവിടെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ വീഡിയോക്കും വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ആക്കിയിട്ടാണ് ചെയ്യാൻ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ റിട്ടേൺ തിരിച്ചെടുക്കും. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. മേജർ ആക്സിഡന്റോ ഫ്ലഡോ കിലോമീറ്റർ ജനുവിൻ അല്ല ഉറപ്പില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കിഡിലൻ ഓഫർ റേറ്റിൽ ഇന്നോവ ക്രിസ്റ്റ, ഫോർച്യൂണർ ഇത് മൂന്നും നിങ്ങൾക്ക് വേണോ? ഇതാ റോബോട്ടിക് കാസിലാണ് നമ്മളുള്ളത്. ഷിയാബ് ഖാനെ സ്വാഗതം. അപ്പൊ കുറെ നാള് നമ്മളിപ്പോ ഗ്യാപ്പായി കഴിഞ്ഞു അല്ലേ? സ്റ്റോക്ക് വരിക പോവാ അങ്ങനത്തെ. ഓക്കെ, അപ്പൊ ഇപ്പൊ മൊത്തം ഒരു സ്റ്റോക്ക് ഒത്ത കിട്ടിയേക്കാണ്. ഇതിൽ തന്നെ സ്പെഷ്യൽ ഓഫർ റേറ്റ് നമ്മൾ മുന്നേ കാണിക്കാറുണ്ടായിരുന്നു. നമ്മള് 2014 ഫോർച്യൂണർ ഒക്കെ നമ്മൾ കൊടുത്തത് 10.25 ടൂ വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അപ്പൊ ആ ഒരു വിലക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഓഫറുള്ള വണ്ടികളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അടിപൊളി വണ്ടികളുണ്ട്. ഇന്നോവ ഉണ്ട്, അതിൽ ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്. അപ്പോൾ ഓഫർ വണ്ടിയുണ്ട്, അല്ലാത്ത വണ്ടികളുണ്ട് അല്ലേ? എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് കണ്ടുപോകാം എങ്ങനെ ഡീറ്റെയിൽ. ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ, റോബോട്ടിക് കാസിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ ചീനിക്കലാണ്. മലപ്പുറം എന്താ പറയുക, പാലക്കാട് റോഡിൽ, കോഴിക്കോട് പാലക്കാട് റോഡിൽ ചീനിക്കലാണ് കറക്റ്റ് ലൊക്കേഷൻ. ഹൈവേ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ നിരത്തിട്ടേക്കുന്നതാണ്. റീവണ്ടി തന്നെയാണ് അധികം ഉണ്ടാവുക. ചില കേരള നമ്പർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുക. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോയിൽ കാണാം. നമുക്ക് ആദ്യം ഓഫർ വണ്ടികളിൽ തുടങ്ങാം. ഫോർച്യൂണർ ആണ് ആദ്യ വാഹനം. UP രജിസ്ട്രേഷനിൽ കിടക്കാണ്. 2011 4x4 മാനുവൽ. ഓക്കെ, നല്ല മാർക്കറ്റിൽ കളിക്കണ വണ്ടിയാണ്. ഷേപ്പ് ഒന്നും മാറ്റിയില്ല, അതേ കണ്ടീഷനാണ്. ഒന്നും ചെയ്യാനില്ല വണ്ടി. ആകെ 2 പമ്പർ ടച്ച് ചെയ്യാനുള്ളൂ, വേറെ കാര്യമുള്ള വർക്കൊന്നുമില്ല. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ റേറ്റിൽ നമ്മളൊരു ഓഫർ റേറ്റ് എന്ന് പറഞ്ഞ ലെവലിൽ ഒരു ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് തന്നെ 7,10,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 7/10 2011 4x4 മാനുവൽ ഫോർച്യൂണർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, ഇതിന്റെ ഓട്ടോ എത്ര ഉണ്ട്? 1,58,000 കിലോമീറ്റർ. അത് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അല്ല, ഇത് ജെനുവിൻ ആയിട്ടുള്ളതാ. കാരണം 2022 12 മാസം ഈ വണ്ടി ഓടിയിട്ടുള്ളത് 1,22,000 കിലോമീറ്റർ. ഓക്കെ, എന്തായാലും ഉറപ്പില്ലാത്ത കിലോമീറ്റർ നമ്മൾ അങ്ങനെ തന്നെ പറയും. ഇതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള കിലോമീറ്റർ ഉറപ്പുള്ളതുകൊണ്ട് പറഞ്ഞാണ്. അടി അങ്ങനത്തെ മേജർ ആയിട്ടുള്ള അതിന് നമ്മൾ പഴയ ആ പാട്ട നമ്മൾ വീണ്ടും പാടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാ വണ്ടികളും അത് ചോദിക്കേണ്ട കാര്യമില്ല. വന്നിട്ട് ടൊയോട്ടയുടെ ഷോറൂം അടുത്ത് തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഷിയാബ് കായ ഉറപ്പ് വരുന്നുണ്ട്, നിങ്ങൾക്കും ഇതുണ്ടെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അത്രയും. ഓക്കെ, ഇപ്പൊ NOC റേറ്റ് അല്ലേ നമ്മളെല്ലാം? അതെ, NOC റേറ്റ് നമ്മൾ എല്ലാത്തിനും പറയും. ഇതിൽ ഓൾറെഡി കേരള രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടി ഉണ്ട്. അതിന് അതിന്റെ പ്രൈസും ബാക്കിയുള്ളത് നമ്മൾ NOC പ്രൈസ്. ഇത് 7,10,000 രൂപ. 10,000 7/10 നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 2011 4 വീൽ മാനുവൽ വാഹനം. അടുത്ത വണ്ടിയിൽ ക്രിസ്റ്റ വന്നു. KL 57 രജിസ്ട്രേഷൻ ആയതാണ് അല്ലേ? കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷനിലേക്ക് മാറിയ വാഹനമാണ്. ഇനി ഇതിന്റെ മുകളിൽ ടാക്സോ കാര്യം ഒന്നും നടക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇത് നമ്മുടെ സ്പെഷ്യൽ റേറ്റ് സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാം. ചില ആൾക്കാർ ചോദിക്കും 2017 റേറ്റ് 2000. ഇനി ഒരുപാട് വണ്ടികൾ നമുക്ക് കാണിക്കാണ്ട്. ഇതിന്റെ അതേ റേറ്റിന് 2016 കൊടുക്കാനുള്ള റേറ്റുള്ള വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. കാരണം വെച്ചാല് ഇത് നമുക്ക് അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു പ്രൈസിനാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ എല്ലാ വണ്ടിക്കും കിട്ടിയ പ്രൈസ് ലെവലിൽ കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ വണ്ടി 1,98,000 കിലോമീറ്റർ കറക്റ്റ് ജെനുവിൻ സർവീസാണ്. 2024 സർവീസ് ഉണ്ട്. നോ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി. 1,98,000 പറഞ്ഞത്. 2 ലക്ഷം കിലോമീറ്റർ സർവീസ് വണ്ടി ഓൾറെഡി ഇപ്പൊ 2024 എടുത്താണ്. ഓക്കെ, ഒരു റീപ്ലേസോ കാര്യങ്ങളോ വണ്ടിമില്ല കേട്ടോ. 17 മോഡൽ 2017 Z ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് ക്രിസ്റ്റ. ഓക്കെ, കേരള വണ്ടി ആയി കഴിഞ്ഞു. ഇനി ഒരു പൈസ നിങ്ങൾ ചെയ്യല്ല. ഇനി ഒരു കാര്യം പറയാം, ഈ വണ്ടി ഇന്ന് വരെ ഒരു 10 മിനിറ്റ് മുന്നേ വരെ ഈ വണ്ടിന്റെ പ്രൈസ് പറഞ്ഞാൽ 19.5 ലക്ഷം രൂപയായിരുന്നു ഇവിടെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ വീഡിയോക്കും വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ആക്കിയിട്ടാണ് ചെയ്യാന്നുള്ളത്. ഷിയാബ് ബാക്കിയുള്ള എല്ലാത്തിനും ഓലക്സിനൊക്കെ എല്ലാത്തിനും റേറ്റ് സംതിങ് ആണ് ഇട്ടത്. അപ്പൊ അത് കുറച്ചു. അതെ. ഇപ്പൊ ഒരു ഓഫർ റേറ്റ് ആയിട്ട് വിടുക. എത്ര കൊടുക്കാം നമുക്ക്? ഇത് സാധനം 18,65,000 രൂപ കൊടുക്കാം. 18,65 2017 Z ഓട്ടോമാറ്റിക് കേരള നമ്പർ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ലോൺ കയറുമല്ലോ കേരള ഫുൾ. ഇത് മാക്സിമം ഒരു 1.5-2 ലക്ഷം രൂപ മുടക്കിയാൽ മതി ഇറക്കാൻ പറ്റും. ബാക്കിയുള്ള വണ്ടി പുറത്തിറക്കാം. അടുത്ത ഇന്നോവ ഓഫർ ഇന്നോവയാണ്. HR ഹരിയാന രജിസ്ട്രേഷൻ നമ്മളെ വണ്ടി. അപ്പൊ നമുക്ക് എന്തായാലും ഓഫർ കൊടുക്കട്ടെ. അതെ, പറയുള്ളൂ. എങ്ങനെയാ? HR വണ്ടിയാണ്, പ്രൈവറ്റ് വണ്ടികളാണ്. ഒക്കെ പ്രൈവറ്റ് വണ്ടികളാണ്. നമ്മൾ ടാക്സ് വണ്ടി ചെയ്യാറില്ല. പ്രൈവറ്റ് വണ്ടികളാണ്.
2012 V വേരിയന്റ് വരുന്ന വണ്ടിയാണ്. 12 ഫുൾ ഓപ്ഷൻ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. തട്ടോ മുട്ട ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് എടുത്ത് പറയണ്ട, ഞാൻ ആദ്യം പറഞ്ഞു ചെക്ക് ചെയ്യാനുള്ളടത്തോളം ചെക്ക് ചെയ്യാം. ഇത് ഒറിജിനൽ ടൈപ്പ് 3 വണ്ടി വന്ന വണ്ടിയാണ്. ഇതിങ്ങനെ വന്ന് കയറുന്ന വണ്ടിയാണ്. കാര്യമായിട്ട് വർക്കൊന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിർത്തിയതാണ് വണ്ടി. നമുക്കൊരു ഓഫർ റേറ്റിൽ എവിടെ കിട്ടാത്ത റേറ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. നമുക്കിത് NOC വണ്ടി, നമുക്ക് NOC നമ്മൾ പറയുന്നതാണ് 6,25,000 രൂപ കൊടുക്കുക. NOC ഓക്കെ. 2012 V ഓപ്ഷൻ ആണ്. G4 അല്ല, G4 V ആയിട്ട് ഒരു വേരിയേഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് മാറണമെങ്കിൽ ഏകദേശം എത്ര വരും? ഒരു 60 രൂപ 60,000 ഇങ്ങോട്ടേക്ക് മാറി കിട്ടും. ഓക്കെ. ഇപ്പോൾ എങ്ങോട്ടെങ്കിലും NOC എടുത്തില്ല? NOC എടുത്തില്ല. നമുക്ക് എങ്ങോട്ട് വേണേൽ NOC എടുത്തു കൊടുക്കും. അടുത്ത ഇന്നോവയാണ്. ഓഫർ UP രജിസ്ട്രേഷൻ ആണ്. പറഞ്ഞോളൂ. ഓഫറിലിട്ട് തകർക്കം. എങ്ങനെയാ ഡീറ്റെയിൽ? 2015 G4 ആണ് വണ്ടി. കേരള രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. നമ്പർ മാറിയിട്ടില്ല, കേരള രജിസ്ട്രേഷൻ ആയിട്ടുള്ള. എവിടെയായത്? ഇവിടെ മലപ്പുറം. KL10 നമ്പർ ആയി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല, ടാക്സും കാര്യമെല്ലാം അടച്ചു കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ നോർമൽ ഇവിടെ 2015 വണ്ടി നമ്മൾ വിൽക്കുന്ന വില പറഞ്ഞാൽ 9-9.15 9:30 പോകുന്ന വണ്ടിയുണ്ട്, 9:45 പോകുന്ന വണ്ടിയുണ്ട്. ആ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഇത് നമുക്കൊരു ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ 8.25 ലക്ഷം രൂപ കൊടുക്കാം. 8,75,000-ന് 2015 G4 ഇന്നോവ കേരള രജിസ്ട്രേഷൻ ആയ വണ്ടിയാണ്. അടുത്തെന്ന് പറയണം, വേറെ ടാക്സും കാര്യം ഒന്നും ചെയ്യാനില്ല. കേരള നമ്പർ ആയി കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ നോർമലി 9.15, 9:30 വരെയൊക്കെ ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ലോണും കിട്ടും. ലോൺ 8 ലക്ഷം 8.5 ലക്ഷം രൂപ ലോൺ കിട്ടും. മാക്സിമം ലോൺ കിട്ടും. ഒരു 15,000 രൂപ കൊടുക്കണ്ടാൽ മതി. അതെ, ഇറക്കാൻ പറ്റുന്ന ഒരു ഇന്നോവയാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഓഫർ വണ്ടി ഗുജറാത്ത് രജിസ്ട്രേഷൻ ആണ്. ഇന്നോവ തന്നെ ടൈപ്പ് 3 ആണല്ലേ? ടൈപ്പ് 3. ഓക്കെ. ഒറിജിനൽ ടൈപ്പ് 3 2013 V വേരിയന്റ് വരുന്നുണ്ട്. 13 ഫുൾ ഓപ്ഷൻ വണ്ടി. നമ്മളൊരു 12 കാണിരുന്നു ഓൾറെഡി. ഇത് 13. പറഞ്ഞോളൂ. 7,10,000 രൂപ കൊടുക്കുക. 7,10. ഓട്ടോ എത്ര ഇത്? 1.80 ജനുവിൻ ആണെന്ന് അറിയില്ല, ഉറപ്പില്ല. ജനുവിൻ ആണെന്ന് അറിയില്ല. 1.80 മീറ്റർ കാണിക്കുന്ന ഓട്ടമാണ്. അത്രേ പറയുന്നുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ്, ഫ്ലഡ് അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. മെയിൻ ക്ലാസ് വരെ മാറിയിട്ടില്ല. 7,10,000 രൂപ. 7,10 NOC റേറ്റ്. ഈ ഒരു വാഹനവും നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ മെയിൻ ക്ലാസ് വരെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 10-60 വേണ്ടു. അതിനൊരു 70-75 രൂപ. 70-75. 2013 അല്ലേ? അത്രേ വരുന്നുള്ളൂ. 13 ആണ്. നേരത്തെ 12 ആയിരുന്നു. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഓഫർ വണ്ടി വീണ്ടും വന്നിരിക്കുകയാണ്. ടൊയോട്ട ഫോർച്യൂണർ ഡൽഹി രജിസ്ട്രേഷൻ കിടക്കാണ്. എങ്ങനെയാ? ഇതല്ല നമ്മളെ പഴയ ഓഫർ ബൈ. പറഞ്ഞോളൂ. അതാണ് ഓഫർ. 2015 ആണ്. സാധാരണ നമ്മൾ 2014 ചെയ്യല്. അതെ, 13-14 ചെയ്യല്. ഇത് 2015 2 വീൽ ഓട്ടോമാറ്റിക് 15 സിംഗിൾ ഓണർ വണ്ടി. 1,72,000 കിലോമീറ്റർ ഓട്ടം ജെനുവിൻ തന്നെയാണ്. തട്ടമുട്ടോ റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ. പറഞ്ഞ പോലെ നമ്മളൊരു ഓഫർ 12.5 ലക്ഷം രൂപ കൊടുക്കാം. 12,50,000 രൂപയ്ക്ക് 2015 2 വീൽ ഓട്ടോമാറ്റിക് 1,70,75,000 കിലോമീറ്റർ ഓടിയ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ജെനുവിൻ ഓട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ കൂടുതൽ നമ്മൾ പറയണ്ട, മേജർ പരിക്ക് കാര്യം എല്ലാം 100% നമ്മൾ ഗ്യാരണ്ടി തരും. ഒരുവിധം വണ്ടികൾക്കൊക്കെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുമ്പോൾ 10-15 ദിവസം നമ്മൾ ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 10-15 ദിവസത്തേക്ക് അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ റിട്ടേൺ തിരിച്ചെടുക്കും. അത്രേ ഉള്ളൂ. അതിലൊന്നും മാറ്റല്ല. നിങ്ങൾ കൊണ്ടുപോയിട്ട് വണ്ടി തിരിച്ചു വേറെ ഒന്നുമില്ല. 10-15 ദിവസം ടൈം കൊടുക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് അതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യണം. ആ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ വിളിച്ചിട്ട് അങ്ങനെ എങ്ങനെയെന്ന് പറയരുത്. ആ 15 ദിവസം കൊണ്ട് മാക്സിമം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എവിടെ ടയോട്ടയിലോ എവിടെ ചെക്ക് ചെയ്തോ, നിങ്ങൾ ഡ്രൈവ് ചെയ്ത് ചെക്ക് ചെയ്തോ, ലോങ് പോവാ, എല്ലാം എവിടെയും പോവാം. എന്ത് പ്രശ്നം ധൈര്യം തിരിച്ചു പോരാ. പൈസ ഇവിടെ റെഡി ആക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ചില ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ലോൺ ഇട്ട വണ്ടി എങ്ങനെ ഷാപ്പ്ക്കാം, നിങ്ങൾ തിരിച്ചെടുക്കുക. അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ ലോൺ ഇട്ട വണ്ടി അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ലോൺ ക്ലോസ് ചെയ്യാനുള്ള കാര്യം എന്റെ മസൂലാണ്, ഞാൻ ഏറ്റവും. അല്ല, ലോൺ ആ ടൈമിന്റെ ഉള്ളിൽ റെഡി ആവില്ല. അതുകൊണ്ടാണ് ആ ടൈം പീരീഡ് കൊടുക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് എന്തായാലും വരും ലോണിന്. ലോൺ ആയ വണ്ടി ആണെങ്കിലും കുഴപ്പമില്ല, അതിന്റെ റെസ്പോൺസിബിൾ നമ്മൾ ഏറ്റെടുക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 12,50,000 രൂപയ്ക്ക് 2015 2 വീൽ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അടുത്ത വണ്ടി ഇന്നോവയാണ്. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആയതാണോ? 2015 ഒറിജിനൽ ടൈപ്പ് 4 തന്നെയാണ്. UP രജിസ്ട്രേഷൻ. എവിടെ? മലപ്പുറം തന്നെ. KL10 തന്നെ അല്ല? ഓക്കെ, പറോളൂ. 2015 Z ആണ്. ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഒന്നും നമ്മൾ അഡീഷൻ ചെയ്യാൻ ഓട്ടം ഇല്ല, ഒന്നും ചെയ്യല്ല. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. ഈ ഓട്ടം ജെനുവിനാണോ? ജെനുവിനാ. 1.98 കറക്റ്റ് ജെനുവിനാ. ഓട്ടം ജെനുവിനാ. വേറെ തട്ടമുട്ടോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. വണ്ടി നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷത്തിന് 2015 Z വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതെ,
ലോണ് ഇങ്ങോട്ടേക്ക് മാറിയല്ലോ എന്തായാലും കിട്ടും. ലോൺ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ 11 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ലോൺ കിട്ടും. ഓക്കെ. മാറാൻ ഏകദേശം എത്ര? ഇത് മാറണമെന്നുണ്ടെങ്കിൽ 1.25 ലക്ഷം രൂപ കൊടുക്കും ഏകദേശം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഫോർച്യൂണറാണ്. ഇത് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. 2010 തന്നെയാണ് മോഡൽ. 2010 മോഡൽ. എങ്ങോട്ടേക്ക് NOC ആയോ? ഇല്ല, NOC നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, NOC നമുക്ക് എങ്ങോട്ട് എടുക്കാം. ടൈപ്പ് 2 കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. പിന്നെ നമുക്ക് ഈ വണ്ടി മാക്സിമം ഫുള്ള് വർക്ക് എടുത്ത വണ്ടി കേട്ടോ. ഒന്നും ചെയ്യാനൊന്നുമില്ല, ടച്ചപ്പോ ഒന്നും ചെയ്യല്ല. ഫുൾ ക്ലീൻ ആണ്. അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. അടിപൊളി അലോയ്സും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. പുതിയ വണ്ടിയുടെ വീലാണ് ഇതിൽ. പുതിയ വണ്ടി 2017 ശേഷം വരുന്ന വണ്ടിയുടെ വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര ഓട്ടം പോയി ഇത്? ഓട്ടം 1,35,000. 1.35. ശ്രദ്ധിക്കണില്ലേ? ഇത് വിശ്വസിക്കാൻ പറ്റുമോ? എന്താ ചെയ്യണം? എങ്ങനെ കിട്ടിയതാണ് ഇത്? സംഭവം ഒറിജിനലാണ്. 2020 വണ്ടി 1 ലക്ഷം കിലോമീറ്ററിന്റെ സർവീസ് ഉണ്ട്. 2020 സർവീസ്. അതെ, നല്ല ക്വാളിറ്റി വണ്ടികള്. ചിലപ്പോ നമ്മള് വീടിന്റെ താഴത്ത് കമന്റ് വരും അതൊക്കെ. 1.35 സ്വാഭാവികമായിട്ടൊരു ആരും വിശ്വസിക്കൂല. പക്ഷെ വണ്ടി ഇത് അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ. മേജർ ആക്സിഡന്റോ തട്ടമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. 2010 ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്ത 4 വീൽ മാനുവൽ അല്ലേ? അതെ. ഓക്കെ. എത്ര കൊടുക്കാം? 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8,50,000 രൂപയ്ക്ക് ഇതേപോലെ സെയിം ഒരു വണ്ടി ഉണ്ട്. സെയിം കൺവേർട്ട് ചെയ്ത വാഹനമാണ്. സെയിം വാഹനമാണ്. നമ്മൾ ഒരേ ഇതായതുകൊണ്ട് എടുത്ത് പറയുന്നില്ല, കാണിക്കാതെ മാത്രമേ ഉള്ളൂ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തും ഫോർച്യൂണർ ആണ്. ബ്ലാക്ക് ഫോർച്യൂണർ KL10 രജിസ്ട്രേഷൻ ആയി. DL കേരള. സോറി. NOC എടുത്ത് എവിടെയെങ്കിലും? ഇല്ല, ഓൾറെഡി NOC എടുത്തിട്ടുണ്ട്. എവിടെ? ഇത് മലപ്പുറത്തേക്ക് NOC എടുത്തിട്ടുണ്ട്. KL10 NOC എടുത്തിട്ടുണ്ട്. 2013 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 1,72,000 കിലോമീറ്റർ ആണ്. ജെനുവിൻ അല്ല. ഓക്കെ. 13. അതെ, 2 വീൽ ഓട്ടോമാറ്റിക് ജെനുവിൻ അല്ല. കിലോമീറ്റർ ജെനുവിൻ അല്ല. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. മേജർ ആക്സിഡന്റോ ഫ്ലഡോ കിലോമീറ്റർ ജെനുവിൻ അല്ല. ഉറപ്പില്ല. ഓക്കെ. വണ്ടി അടിപൊളിയുണ്ട്. ബ്ലാക്ക് കളർ അറിയാലോ. ഫോർച്യൂണറിൽ ബ്ലാക്ക് കളർ നല്ല. ഇനിയും നമുക്ക് ഫോർച്യൂണർ തന്നെ ബ്ലാക്ക് കളർ ഇനിയും കാണിക്കാണ്ട്. 2010 നമ്മുടെ അടുത്ത് 4x4 കാണിക്കാണ്ട്. അപ്പോൾ ഇത് 2013 2 വീൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. തട്ടോ മുട്ടോ റീപ്ലേസ് അങ്ങനത്തെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കുക ഇത്? നമുക്കിതൊരു 11.5 ലക്ഷം രൂപ കൊടുക്കാം. 11,25,000 രൂപയ്ക്ക് 2013 2 വീൽ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫോർച്യൂണർ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് മാറാൻ എത്ര ഉണ്ടാവും? ഈ ഒരു 13 നമുക്ക് നമ്പർ ആക്കണം എന്നുണ്ടെങ്കിൽ 1.60 ആ റേഞ്ചിൽ മാറാം. അങ്ങനെ നമ്മൾ വീണ്ടും ക്രിസ്റ്റയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷൻ. എങ്ങനെയാ കാര്യങ്ങൾ? 2016 മോഡലാണ്. ഓക്കെ. G4 വേരിയന്റിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. റീപ്ലേസോ കാര്യങ്ങളോ തട്ടോ മുട്ടോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. 17 ഇഞ്ച് വീല് കാര്യങ്ങൾ അലയൊക്കെ അതിൽ മറ്റേ ഫാൻസ് ചെയ്തിട്ടുണ്ട്. ഓഫർ റേറ്റ് തന്നെ പറയാതൊക്കെ ഇതൊക്കെ ഒരു ഓഫർ തന്നെയാണ്. ഇതൊക്കെ 13.5 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 16 G4 അല്ലേ? G4 എവിടെ കിട്ടുക? ഈ റേറ്റിനൊക്കെ എവിടെ വണ്ടി? 1,75,000 രൂപയ്ക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഈ നമ്പർ അടിച്ചു നോക്കി. ഇത് കംപ്ലീറ്റ് ടാക്സി വണ്ടികളല്ല, പ്രൈവറ്റ് വണ്ടികളാണ്. അത് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം ഇതിനൊരു 1.60 ഏകദേശം പ്രൈസാണ്. 2016 G4 വാഹനം 11,70,000. ഈ സെയിം വണ്ടി തന്നെ നമ്മുടെ കാണിക്കാത്ത വണ്ടി തന്നെ. ഇതിന്റെ കളർ ചേഞ്ച് പൾപ്പ് കളർ കിടക്കുന്നുണ്ട്, ഗ്രേ കളർ കിടക്കുന്നുണ്ട്. ഓക്കെ. ഇതേ പ്രൈസ് സിൽവർ കിടക്കുന്നുണ്ട്. സെയിം പ്രൈസ് തന്നെ. വണ്ടികൾ നമുക്ക് ഒക്കപ്പടത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തോണ്ട് കാണിക്കാതെ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വേറെ വണ്ടികളുണ്ട്. അടുത്ത വണ്ടി എന്താ പറയാ, കുറെ ഇന്നോവകൾ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മള് സെയിം മോഡലിൽ തന്നെ ഓരോന്നിങ്ങനെ എടുത്ത് കാണിക്കാം. ഇത് തന്നെ 2013 ഈ 2013 തന്നെ ഇപ്പൊ 5 നമ്മളിത് സ്റ്റോക്ക് ഉണ്ട്. ഒന്നായിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് കാണിച്ചു പോവാം. പിന്നെ എല്ലാത്തിനും ഡീറ്റെയിൽ ഏകദേശം സെയിം ആണ്. മാറ്റാത്തത് മാറ്റി കാണിക്കാത്തത്. ഇത് 2013 V ആണ് വണ്ടി. 13 V ആണ് വണ്ടി. 8.5 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. 13 V അല്ലേ ഫുൾ ഓപ്ഷൻ? അതെ. ഓക്കെ. 13 V ആണ്. 8.5 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 1,53,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 1.53 ജനുവിനാ. ഓക്കെ. 8,25,000 രൂപയ്ക്ക് 2013 V ഓപ്ഷൻ ഇന്നോവ. G4 V ഓപ്ഷൻ ഇന്നോവ നമുക്ക് കാണിക്കാൻ വയ്യാത്തതുകൊണ്ട് 2012 3-4 ബെയറിംഗ് കിടക്കുന്നുണ്ട്. 13 V കിടക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ വണ്ടി എല്ലാം റെഡിയാ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഇന്നോവ DL ഡൽഹി രജിസ്ട്രേഷൻ. ഇതും NOC എടുത്തോ? NOC എടുത്തുണ്ട്. മലപ്പുറത്ത് NOC എടുത്തുണ്ട്. 2015 ആണ് V വേരിയന്റിൽ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ Z ആണ് കാണിച്ചത്. ഇത് V വേരിയന്റ് താഴെ വരുന്ന ഓപ്ഷൻ. ഓക്കെ. വ്യത്യാസം വരിക അലോയ്സിലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതിലെല്ലാത്തിലും വരുന്നുണ്ട്. സീറ്റ് ഓവർ അങ്ങനെ ചെറിയ മാറ്റങ്ങൾ. എത്ര ഓട്ടം പോയത്? ഇത് വണ്ടി ഓടിയിട്ടുള്ള 2,10,000 കിലോമീറ്റർ.
210 ഓടിയിട്ടുണ്ട്. 2015 V ആണ്. എത്ര കൊടുക്കരുത്? എത്ര കൊടുക്കരുത്? അങ്ങനെ 9,25,000 കൊടുക്കാം. 9,25,000. നേരത്തെ കണ്ട സെഡാണ്, ഇത് V ആണ്. അതാണ് വ്യത്യാസം വന്നത്. 9,25,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഇതൊരു 1.5 കണ്ടാൽ 1.5 ലക്ഷം രൂപ കണ്ടാൽ മതി. മാറ്റാൻ പറ്റും. നല്ല പ്രൊഫൈൽ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഇതിനൊന്നും കാണണ്ട, ഫുൾ പേയ്മെന്റാ കിട്ടും. ഒരുപാട് കിട്ടിയ ചരിത്രങ്ങളുണ്ട്. നമുക്ക് കൂടെ എത്ര കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ. ആ ഇട്ടൊക്കെ റിട്ടേൺ ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ 100 നോട്ട് കൊടുക്കണ്ട. നല്ല അടിപൊളിയായിട്ട് വണ്ടി ഇറക്കി പോവാം, ഫ്രീ ആയിട്ട് വണ്ടി ഇറക്കി പോവാം. ഫുൾ ഇത് കിട്ടാൻ. അടുത്ത ക്രിസ്റ്റ, ഇത് KL 84 ഇവിടെ കൊണ്ടോട്ടിയിൽ രജിസ്ട്രേഷൻ ആയി നിൽക്കുന്ന വണ്ടിയാണ്. എങ്ങനെ? 2016 Z ഓട്ടോമാറ്റിക്കാണ്. ഫുൾ ലോഡ്. ഇത് തന്നെ നമ്മുടെ 4 വണ്ടി വേറെ കിടക്കുന്നുണ്ട്. 4 വണ്ടി വേറെ കിടക്കുന്നുണ്ട്. സെയിം നമ്മൾ ഫസ്റ്റ് കാണിച്ച ക്രിസ്റ്റ 2000 ഓട്ടോമാറ്റിക് സെറ്റ് പറഞ്ഞത് 2017 ആണ്. 17. ഇത് 16 അല്ലേ? 2016. 2016 Z ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിയാണ്. 2,12,000 കിലോമീറ്റർ ജെനുവിൻ സർവീസുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി 17,90,000 രൂപ കൊടുക്കാം. 17,90 നമ്പറായ വണ്ടിയാണ്. വേറെ ഒന്നും ചെയ്യാനില്ല. ഫുൾ കവർ എല്ലാ വണ്ടിയിലും ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. എല്ലാം 15 ലക്ഷം രൂപ IDV ഇൻഷുറൻസ് ഉണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ മറന്നുകൊണ്ട നമ്പറായി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല, ലോണും കിട്ടും. ഇനി ഏകദേശം ഒരു 14 കിട്ടും. 13.5-14 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ വരെ ലോൺ. 15 വരെ. നേരത്തെ പറഞ്ഞാൽ എന്റെ കഥ. പ്രൊഫൈൽ ഉണ്ടോ, ലോൺ മാക്സിമം കിട്ടും. അടുത്തതും ഹരിയാന രജിസ്ട്രേഷൻ ക്രിസ്റ്റ തന്നെ. 2016 Z ഓട്ടോമാറ്റിക്. 16 Z ഓട്ടോമാറ്റിക്. 240 ഓട്ടോ. സെയിം പ്രൈസാ? അല്ല, ഇത് നമുക്കൊരു 14,60 കൊടുക്കാം. അത്രയും വ്യത്യാസം. കേരള നമ്പറായത് നമ്പറല്ല. പിന്നെ വണ്ടി വന്ന വണ്ടിയാണ്, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള എക്സ്പെൻസ് എക്സ്ട്രാ. ഏകദേശം എത്ര വരുന്നുണ്ട് ഇതിന്? ടാക്സ് 2,30,000 സംതിങ് വരില്ല, 100ന്റെ ഉള്ളിൽ. അത്രയാണ്, മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം. ഒന്നും ചെയ്തിട്ടില്ല, വണ്ടി വന്ന വണ്ടിയാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ഇത് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കും, അതിനുള്ള എക്സ്പെൻസ് എക്സ്ട്രാ വരും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഒന്നും ചെയ്യാതെ പ്രൈസ് ആണ് പറഞ്ഞത്. 14,000. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, അത്രയും പോളിഷ് ഒക്കെ ഇത് അങ്ങനെയല്ല. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു കോലത്തിലാണ് വണ്ടി. കസ്റ്റമർക്ക് വേണ്ട രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഏറ്റവും ന്യൂ ഷേപ്പിന്റെ കിറ്റ് വരെ വന്നതാണ്, നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അറിയാലോ, നമുക്ക് ന്യൂ ഷേപ്പിന്റെ കിറ്റ് നമ്മൾ ഒരുപാട്. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. അവസാനത്തെ ക്രിസ്റ്റയിൽ നമുക്ക് നിർത്താം. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണ്. തീർന്നിട്ടല്ല, നമ്മുടെ വീഡിയോയില്. അതെ, വീഡിയോ ടൈം കൊണ്ടാണ്, വേറെ ഒന്നല്ല. ഏകദേശം നമ്മളിപ്പോ ഒരു 10-16 വണ്ടി കാണിച്ചിട്ടുണ്ടാവും. ഇത് അങ്ങനെ ഒരു 10-25 വണ്ടി ഇവിടെ തന്നെ ഇതിനെ കിടക്കുന്നുണ്ട്. അത് ഒരേ മോഡലിൽ തന്നെ കുറെ വണ്ടി ഉള്ളതുകൊണ്ടാണ് ഓരോ മോഡൽ എടുത്ത് കാണിച്ചത്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും സ്റ്റോക്ക് വരാണ്ട്. ഒരുപാട് സ്റ്റോക്കുകൾ കയറാൻ കിടക്കുന്നുണ്ട് വണ്ടി. അപ്പോൾ പറഞ്ഞോളൂ, ഇതെങ്ങനെയാ? 2018 G4 മാനുവൽ വണ്ടി. ഓക്കെ. NOC എടുത്തിട്ടില്ല. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് NOC വണ്ടിക്ക് 14,75,000 രൂപ. NOCയിൽ 2018 വണ്ടി 14,75,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. G4 ആണ്, 2018 മോഡൽ. ഓട്ടോ എത്രയാണ് കാണിക്കുന്നത്? 1,30,000 കിലോമീറ്റർ. ജെനുവിൻ പറയാനില്ല. പക്ഷെ കൂടുതൽ ഞാൻ ഇതിന്റെ ഹിസ്റ്ററി സംഭവം എടുത്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ജെനുവിൻ പറയാത്തത്. വലിയൊരു മാറ്റം വരാൻ ചാൻസ് ഇല്ല, എന്നാലും ഹിസ്റ്ററി നോക്കിയിട്ട് ചെയ്താൽ മതി. ജെനുവിൻ ആണെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം 1,65, 1,70 വരും. അത്രേ വരുന്നുള്ളൂ അല്ലേ? 2018. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ റൈറ്റ് ഓഫ് കോർണറിൽ, അതേപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. റോബോട്ടിക് കാസിൻ്റെ കൂടുതൽ എന്ത് സംശയങ്ങളുടെ ലോണിനെ പറ്റിയോ അല്ലെങ്കിൽ NOCനെ പറ്റിയോ, ഇനി നിങ്ങൾക്ക് അവിടുത്തെ വാഹനങ്ങൾ എടുക്കാനോ കോൺടാക്ട് ചെയ്യാം. ഡയറക്റ്റ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ ഷിയാബ് ഖാൻ നമ്പർ ഉണ്ടാവും, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ പുള്ളി ഡൽഹിയിൽ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു കമ്മീഷൻ പൈസ. എല്ലാ ബിസിനസ്സാണ്. ഒരുപാട് കസ്റ്റമർ നമ്മൾ വിളിക്കാറുണ്ട്, വണ്ടി എടുത്തു കൊടുക്കാറുണ്ട്. പിന്നെ അവിടുന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് എടുത്തായിരുന്നുണ്ട് പുള്ളി. അപ്പോൾ അതിന് നിങ്ങൾക്ക് വിളിക്കാം. ഇവിടെ കണ്ട വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്രയും ക്ലീൻ ചെയ്ത് വെച്ച വാഹനങ്ങളാണ്. അതിന്റെ ക്വാളിറ്റി ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ച വാഹനങ്ങളാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാനും പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഷിയാബ് പുതിയ സ്റ്റോക്ക് ഇനി എപ്പോഴാണ്? 3 മാസം കഴിയുമോ? 3 മാസം കയ്യില. 2 ദിവസം കൊണ്ട് പുതിയ ട്രക്ക് കൂടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടുമല്ലോ. ഗ്യാപ്പ് കിട്ടും. ഗ്യാപ്പ് വരാനുള്ള കാരണം വണ്ടി വരുന്ന വണ്ടികൾ നമ്മൾ കുറെ ഒരു 2-3 മാസമായി നമ്മൾ. അതായത് വണ്ടി ഇവിടെ എത്തുമ്പോൾ വണ്ടി സെയിലായി പോകണം. ഇതന്നെ ഇപ്പൊ ഇതിന്റെ ഒരു ഫ്ലഡ് കയറിയില്ലേ, വെള്ളം കയറിയില്ലേ, ആ ടൈമിൽ ഇവിടുന്ന് വണ്ടി കൊണ്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച എപ്പോഴാണ് ഇന്നലെ ഓപ്പൺ ആക്കണം. വെള്ളം താഴ്ന്നു. അതുകൊണ്ടാണ്
ഇത്രയും സ്റ്റോക്ക് വന്നത് സത്യത്തില്. വണ്ടി ഫ്ലഡ് ആയിട്ടൊന്നുമില്ലേ? വണ്ടികളൊന്നും ഫ്ലഡ് ആയിട്ടില്ല. വണ്ടി മൊത്തം മാറ്റിയിട്ടിരുന്നത് ഇവിടെ വെള്ളം കയറുന്ന പിന്നെ ഇറങ്ങി പോയപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ്, ലൈക്ക്, അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പുതിയ സ്റ്റോക്കിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചാനലിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ഷിയാബ് കാ, താങ്ക് യു.